ഞങ്ങള് നാടുകാണി ചുരവും ചെക്ക് പോസ്റ്റും എല്ലാം കഴിഞ്ഞ് അല്ലേ ഗൂഡല്ലൂർ ടൗൺ എത്താനായിക്കൊണ്ടിരിക്കുകയാണ് ലൈശോ. അപ്പോ അവിടെ എത്തുന്നതിന് മുമ്പ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തേയിലത്തോട്ടം കണ്ടപ്പോ അതൊന്ന് വീഡിയോ അവിടെ കണ്ടോ? അവിടെ ആകെ ഉറക്കില്ല. ഊട്ടിയിലേക്ക് പോകുമ്പോ ഗൈസ് വലിയ മല കണ്ടു. ഗൂഡല്ലൂർ ടൗണിൽ ഊട്ടി റോഡിൽ കുറെ അങ്ങനെ എന്തോ വ്യൂ പോയിന്റ് ആണോ? എന്തോ ഒരു വ്യൂ പോയിന്റ് എന്തോ സംഭവം കെട്ടിടോ. മറ്റേ വ്യൂ പോയിന്റ് ആണോ? വ്യൂ പോയിന്റ് നിങ്ങളെ താഴെന്ന് പറഞ്ഞ മിഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആ വ്യൂ പോയിന്റ് നടക്കാനുണ്ട്. ഏകദേശം ഊട്ടിയുടെ അടുത്തേക്ക് എത്താനായി. ഞങ്ങള് കർണാടിക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടേക്ക് പോകാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ വേറൊരു പ്ലേസ് പറഞ്ഞിട്ടുണ്ട്. കാണാത്ത രണ്ട് സ്ഥലമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കർണാടകയാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ ബഡ്ജറ്റ് ആവും ചെയ്യരുത്. എന്നാലോ ഒരു ലക്ഷറി ടൈപ്പ് സ്റ്റേ കിട്ടും വേണം. അങ്ങനത്തെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് നോക്കാം നമ്മൾ ഉദ്ദേശിച്ചത് പോലെ ആകുന്നുണ്ടോ. അതെ, പക്ഷെ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ച് ഭയങ്കര ഞങ്ങൾ ഡീലിംഗ് വളരെ ഉഷാറാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉഷാറാണ്. ഇവര് വിളിച്ചിട്ട് ഡിന്നർ എന്താ സെറ്റ് ആക്കേണ്ട കാര്യങ്ങൾ മാക്സിമം അടിപൊളിയാണ് അല്ലേ ഐശോ. അപ്പൊ ഞങ്ങൾ ഡിന്നറും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുത്ത് വണ്ടി സൈഡാക്കിയപ്പോ പിന്നെ അതെ ഞങ്ങൾ അമ്പിക്കുട്ടി അതെ അതെ. പിന്നെ ഞങ്ങൾ നാളെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് വേറെ ഐശോ അങ്കർഫോർഡോ. അതെ, ഇപ്പൊ ഏകദേശം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആദ്യം മസേഗുഡി വഴി ഊട്ടിയായി. ഇപ്പൊ ഊട്ടിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സൈറ്റാണ് അങ്കർഫോർഡ് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങൾ പോയോണ്ട് നാളെ അങ്ങോട്ട് പോകും. ഇന്ന് ഞങ്ങൾ കർണാടക ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോ ഈ രണ്ട് സ്ഥലം അതന്നെയാണ് പേര് തോന്നുന്നത്. ചിലപ്പോൾ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ സാധിക്കും. കാരണം ഞങ്ങൾക്ക് പരിചയം ഇല്ലാത്ത രണ്ട് സ്ഥലം ആയതുകൊണ്ട്, ഇതുവരെ പോവാത്ത സ്ഥലം ആയതുകൊണ്ട് അല്ലെ ഐശോ. അതെ, റോഡൊക്കെ മോശമാണ് ചില സ്ഥലങ്ങളിൽ കേട്ടോ. അങ്ങനെ ഇപ്പോ ഏകദേശം 12 മണി ഐശോ. 12 മണിക്ക് ഞങ്ങൾ എത്തുന്നത്. നമ്മുടെ നാട്ടില് നല്ല ചൂടുള്ള സമയം, പക്ഷെ ഇവിടെ ഏകദേശം തണുപ്പ് ഇങ്ങനെ കൂടി വരിക. അതായത് ഊട്ടിയിലേക്ക് അടുക്കും തോറും തണുപ്പ് കൂടി വരിക ഐശോ. അമ്മക്കുട്ടി ഞങ്ങളെ രണ്ടാളുടെയും ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതൊക്കെ വണ്ടിമ കയറിയ പെട്ടെന്ന് ഉറച്ചു വരിക. അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് ഗൈസ് ഇവിടുന്ന് കാണാം ഇന്നത്തെ ലക്ഷ്യം വെച്ച് പോകുന്ന കർണാടക ഗാർഡൻ. ഞങ്ങൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. ഞങ്ങളോട് ചോദിച്ചപ്പോൾ അറിഞ്ഞത്, അതായത് കേരളത്തിൽ നിന്ന് വന്ന ആളുകൾ മടങ്ങുന്ന ഞങ്ങൾ വൈകുന്നേരം കണ്ടുമുട്ടി. അപ്പോൾ ഒരു പറഞ്ഞേക്കാം ടിക്കറ്റ് നല്ല തണുപ്പാണ്. ആ ചോദിച്ചു. അപ്പൊ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്.
കോച്ചി പിടിക്കേ. എനിക്ക് കിട്ടിയ പുതിയ വാക്കാണ് കോച്ചി പിടിക്കുക. കോച്ചി പിടിക്കാൻ കോച്ചി പിടിക്കാം. ഊട്ടിയിലെ കോച്ചി പിടിപ്പ് ഗ്യാസ്. അങ്ങനെ ഞങ്ങൾ ഈ ഊട്ടിയിലെ കോച്ചി പിടിപ്പ് ആസ്വദിച്ചിട്ട് സംസാരം മാറി. ഞാൻ ഇടയ്ക്ക് ഒരു സെറ്റപ്പിൽ സംസാരിക്കാനും വേണ്ടി നോക്കിയാണ് പാടി കൂട്ടി. ഞങ്ങൾ കോച്ചിപ്പിടിപ്പ് ആസ്വദിച്ച് ഊട്ടിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഊട്ടക മണ്ഡലത്തി തോന്നുന്നു.